പണ്ട് വിഷുവിന് രാവിലെ ആരുടെ വീട്ടിൽ നിന്നാണ് ആദ്യം പടക്കം പൊട്ടുക എന്നുള്ളൊരു മത്സരമായിരുന്നു കേട്ടോ. അത്ര രസമായിരുന്നു പടക്കവും പൂത്തിരിയൊക്കെ. ഇപ്പോൾ ദേ ഇവിടെ ദിവാലിക്കാണ് അങ്ങനെ, വിഷുവിന് ഇങ്ങനെ പടക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ദിവാലി വൈബ് വേറെ ലെവലാണ് കേട്ടോ. ഒരു ഫുൾ ഗ്രൗണ്ട് ഫുൾ ഒരു ഇഷ്ടം പോലെ പടക്കവും പൂത്തിരിയും എല്ലാം കിട്ടും. ഇതാണ് ഇട്ടാപ്പൊട്ടി മാജിക് പോപ്പ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ പടക്കമൊന്നും വാങ്ങിയില്ല, അതിന് പകരം തൽക്കാലം ഇട്ടാപ്പൊട്ടി മിത്തുകുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട് ഡെക്കറേറ്റ് ചെയ്യുക, അത് എല്ലാ വർഷത്തെ ദിവാലിക്കും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഫുള്ള് ലാൻറ്റേണൊക്കെ വെച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ റംഗോലി ഇട്ടിട്ടും അതുപോലെ ചെരാതൊക്കെ വെച്ചിട്ടും ഭയങ്കര രസമാണ്, ഒരു ഭയങ്കര വൈബാണ്. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് പൂത്തിരി, മേശപ്പൂ, ഈ വക സാധനങ്ങൾ. നമ്മൾ പടക്കമൊന്നും വാങ്ങാറില്ല ഇപ്പോൾ, പൂത്തിരി അങ്ങനത്തെയൊക്കെയാണ് വാങ്ങാറ് കേട്ടോ. മേശപ്പൂവും അതുപോലെ തന്നെ നിലച്ചക്രവും കൂടി ഒരുമിച്ചുള്ള ഒന്ന് കിട്ടി. സംഭവം നമ്പർ 1 ഫ്ലോപ്പായിരുന്നു. പക്ഷേ കൊള്ളാം, രണ്ടരായിട്ട് വാങ്ങിയാൽ മതിയായിരുന്നു തോന്നി. ഇതൊക്കെ വല്ലവരും പൊട്ടിച്ച ഫയർ ക്രാക്സും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായി.